വെള്ളാനകളുടെ നാട് എന്ന സിനിമയിൽ കുതിരവട്ടം പപ്പു പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഇപ്പൊ ശരിയാക്കി തരാമെന്ന്. ഇതുതന്നെയാണ് കളക്ടറേറ്റിലെ സാറന്മാരും പോലീസ് ഏമാന്മാരും നഗരപിതാവിന്റെ കറുത്ത കോട്ടിട്ട മേയറും ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ തവണ ഗതാഗത പരിഷ്കാരം നടത്തുന്നതും ഇക്കൂട്ടർക്ക് ഇടയ്ക്ക് വെളിപാടുണ്ടാകുമ്പോഴാണ്. നഗരത്തിലെ റോഡുകളെക്കുറിച്ചും തിരക്കിന്റെ കാരണത്തെക്കുറിച്ചും വേണ്ടത്ര പഠിക്കാതെയും ചർച്ച ചെയ്യാതെയുമാണ് ഈ പച്ചപ്പരിഷ്കാരികളുടെ ഗതാഗത പരിഷ്കാരം. ചില വ്യാപാര സ്ഥാപനങ്ങളുടെ താല്പര്യവും ഇങ്ങനെയുള്ള ഗതാഗത പരിഷ്കാരത്തിന് കാരണമാകുന്നുണ്ട് എന്നത് മറ്റൊരു സത്യം. ഓട്ടോറിക്ഷ സംബന്ധിച്ച് ഇടുങ്ങിയ വഴി കൂടെയൊക്കെ പോവുക യാത്രക്കാർ വാടക വിളിക്കുന്ന പോകണു. അപ്പോൾ അവർക്ക് അല്പം സാമ്പത്തിക ലാഭം ഉണ്ടാവും. ഇത് എല്ലാം ഇടുങ്ങിയ വഴിക്കും ബൈപ്പാസുകൾ ഇപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടുള്ള വഴി, ഇപ്പോൾ ഇവിടെ നിന്ന് ചെമ്പുകാലിക്ക് പോയ സ്റ്റേഡിയത്തിൻ്റെ തൊട്ട് നമുക്ക് കിടക്കാൻ പറ്റും. അപ്പോൾ അത് വഴി പറ്റുന്നില്ല. വാടകക്കാർ അവിടെ ഇറങ്ങിപ്പോയാൽ ഈ ലോകം മുഴുവൻ ചുറ്റിയിട്ട് കറങ്ങി തിരിച്ചിങ്ങോട്ട് എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ്. ഇന്ന് ദയ ഹോസ്പിറ്റലിലേക്ക് ഒരു വാടക പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ പാട്രാക്കിൽ നിന്ന് വാടക കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാട്രാക്കിൽ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് മെഡിക്കൽ കോളേജിലേക്കുള്ള വഴിക്ക് പോകുന്ന വഴിക്ക് വാടക ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വരാനായിട്ട് വളരെയധികം വഴി ചുറ്റി വളഞ്ഞ് വരേണ്ട ഗതികേടാണ്. തൃശ്ശൂർ ഫുള്ളായിട്ട് കിടന്ന് കിടക്കണം. ഞങ്ങൾക്ക് തന്നെ അറിയില്ല ഇപ്പോൾ ഏതിലേക്കാണ് പോകേണ്ടത്, എവിടേക്ക് ഏതിലേ പോകാൻ പറ്റുക എന്നൊക്കെ. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടാ ഇതിലെ പോയിട്ട് അവിടെ തടുക്കാൻ വെച്ചാൽ അതിലെ പൊക്കോ, ഇവിടെ തടുക്കാൻ വെച്ചാൽ ഇതിലെ പൊക്കോ എന്നൊക്കെ പറയേണ്ട അവസ്ഥയാണ്. ഒരു വണ്ടി ഒരു സ്ഥലത്തേക്ക് പോകാൻ അത് വഴി ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കാൻ വരെ ഞങ്ങൾക്ക് സാധിക്കില്ല. പോലത്തെ ഒരു പരിഷ്കാരമാണ് ഇപ്പോൾ നടപ്പാക്കിയിട്ടുള്ളത്. പിന്നെ സൈൻ ബോർഡുകൾ ഇല്ലാത്തതുകൊണ്ട് തിരിഞ്ഞു പോകാൻ പറ്റുന്നില്ല. പല വണ്ടികളും വന്ന് വൺ വരെ ഉള്ളിൽ പഴയ മാതിരി പോണത്. ഇപ്പോൾ അതൊക്കെ എവിടേക്കാണ് വൺ വേ തിരിച്ചിടുന്നുള്ള സൈൻ ബോർഡുകളൊന്നും ഇല്ലാണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. കൂട്ടായ ചർച്ചയിലൂടെയും പഠനങ്ങളിലൂടെയും ഗതാഗത പരിഷ്കാരം വരുത്താനാണ് അധികാരികൾ ശ്രദ്ധിക്കേണ്ടത്. ഡ്രൈവേഴ്സ് യൂണിയനെയും വ്യാപാര സംഘടനകളെയും ജനകീയ സംഘടനകളെയും ഉദ്യോഗസ്ഥരെയും ഒരു മേശയ്ക്ക് ചുറ്റും കൊണ്ടുവരണം. സ്ഥിരമായ ഒരു ഗതാഗത സംവിധാനം നടപ്പാക്കാൻ ശ്രമിക്കണം. ചെമ്പൂക്കാവ് ജംഗ്ഷനിലും രാമനിലയത്തിന് മുന്നിലും റീജിയണൽ തിയേറ്ററിന് മുന്നിലും ഇപ്പോൾ വൺ വേ സംവിധാനമാണ്. എന്നാൽ ഇവിടങ്ങളിൽ ബോർഡുകൾ സ്ഥാപിക്കാതെ ബാരിക്കേഡുകൾ വെച്ചിരിക്കുകയാണ്. ചില പോലീസുകാർ നിന്നാൽ തന്നെ ഗതാഗത കുരുക്കേറും എന്ന സ്ഥിതിയുണ്ട്. കഴിഞ്ഞ ദിവസം എങ്ങോട്ട് തിരിയണമെന്നറിയാതെ പെരിങ്ങാവിൽ കുഴങ്ങിയ യുവാവിനെ മർദ്ദിച്ചുകൊണ്ടാണ് പോലീസ് വഴി പറഞ്ഞു കൊടുത്തത്. നല്ല പരിഷ്കാരം. നഗരയാത്ര സുഗമമെന്ന് പറയുന്ന റാൻമൂലികൾ അധികാരികളെ തെറ്റായ വഴിയിലൂടെയാണ് കൊണ്ടുപോകുന്നത്. പൂങ്കുന്നം ഭാഗത്തു നിന്നും നഗരത്തിലേക്ക് എത്താൻ പൂങ്കുന്നം റെയിൽവേ ഗേറ്റ് വഴി തിരുവമ്പാടി ക്ഷേത്രത്തിന് മുന്നിലൂടെ തിരിയാനാണ് മറ്റൊരു നിർദ്ദേശം. ഈ നിർദ്ദേശം പാലിച്ചാൽ തീരാത്ത ഗതാഗത കുരുക്കിൽ കുടുങ്ങാനാവും വിധി. ഒരർത്ഥത്തിൽ തൃശൂർ നഗരത്തിലെത്തുന്നവർ ഇപ്പോൾ പാമ്പും കോണിയും കളിക്കുകയാണ്, അല്ലെങ്കിൽ അധികാരികൾ കളിപ്പിക്കുകയാണ്. ഇപ്പോൾ നടപ്പാക്കിയ പരിഷ്കാരം പരീക്ഷണാടിസ്ഥാനത്തിലാണത്രേ. ജനങ്ങളുടെ മേലുള്ള ഈ പരീക്ഷണങ്ങൾ എത്ര നാളെന്ന് കണ്ടറിയണം. സഞ്ചരിക്കാനാവുന്ന റോഡും നടപ്പാതകളും ഒരുക്കിയിട്ടാണ് ഈ പരിഷ്കാരങ്ങളെങ്കിൽ ശരി. പക്ഷേ നഗരത്തെ നരകമാക്കുന്നവർ റോഡ് തോടും പാർക്കിംഗ് ഗ്രൗണ്ടും ആക്കിയവരാണ്. അതേക്കുറിച്ച് അടുത്ത ദിവസം.